അപ്പോൾ ഇവൻ ഒരു ഡൈപ്പോളാണ് എ എന്ന് ബിക്കുള്ളത്. ഇത് മൈനസ് ക്യൂ പ്ലസ് ക്യൂ തമ്മിലുള്ള ചാർജ് സെപ്പറേഷൻ ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഒറിജിൻ ഉണ്ട്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ ഒറിജിനിൽ നിന്ന് നമ്മൾക്ക് പി എന്ന് പറഞ്ഞൊരു പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൽ എന്ത് കാരണം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും? പ്ലസ് ക്യൂ കാരണം ഉണ്ടായിരിക്കും, മൈനസ് ക്യൂ കാരണം അവിടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ഒറിജിനിൽ നിന്ന് നമ്മുടെ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, നമ്മുടെ ഈ പോയിന്റിലാണ് നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. ആ ഡിസ്റ്റൻസ് ആറാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് കണ്ടുപിടിക്കണം, ബി പിനെയും കണ്ടുപിടിക്കണം, എ പിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം നമ്മുടെ ലോ ഓഫ് കോസൈൻസ് ട്രയാങ്കിളിൽ വെച്ച് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ നമുക്ക് കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൻ്റെ, അതായത് ഇപ്പോൾ ഇവൻ സി ആണെന്ന് വിചാരിക്കുക, ഈ സി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് എയും ഇത് ബി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇപ്പോൾ ഇവിടെ തീറ്റയാണ് നമുക്ക് ഫോർമുലയിൽ നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോസ് ഗാമ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ ഫോർമുല വെച്ച് നമ്മൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാണ് തന്നിട്ടുള്ളത് ബി പി സ്ക്വയർ, നമുക്ക് കണ്ടത് ബി പി ആണ്. അപ്പോൾ ബി പി ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ കിടക്കുമ്പോൾ റൂട്ടായിരിക്കും, റൂട്ട് ഓഫ് എൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ആർ സ്ക്വയർ പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഓഫ് ആർ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 2. ഇവിടെ തമ്മിലുള്ള ആംഗിൾ എന്താണ്? കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവന്മാരെ ക്യാൻസൽ ചെയ്ത് പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആർ സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തിറക്കി, ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തിറക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 1 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ഉണ്ടായിരിക്കും മൈനസ് ഓഫ് 2 ആർ ഡി ഡിവൈഡ് ബൈ 2 കോസ് തീറ്റ. ഇവിടെ ആർ സ്ക്വയർ ഇല്ല കോമൺ ആയിട്ട് പുറത്തിറക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിലും ആർ സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിലത്തെ ആറും ഡിനോമിനേറ്റർ ആർ സ്ക്വയറും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ മൈനസ് ഓഫ് 2r ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവൻ റൂട്ടിനെ പുറത്തിറങ്ങി, സ്ക്വയർ റൂട്ടിനെ പുറത്തിറക്കുമ്പോൾ എന്തായിരിക്കും? സ്ക്വയറും റൂട്ടും പോവും. അപ്പോൾ ആറ് റൂട്ട് ഓഫ് 1 പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4r മൈനസ് ഓഫ് 2 ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2r എന്ന് കിട്ടി. ഇനി ഇവനെ നമുക്കറിയാലോ, അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് ആര് കിടക്കുന്നത്? ഇവൻ കിടക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് സൈനാണ് വന്നിരിക്കുന്നത്? നെഗറ്റീവ് സൈനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയില്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറയില്ലേ, അതുപോലെ കിടക്കുന്നത്. അപ്പോൾ ഇവനെ നമുക്ക് എന്തെടുക്കാം? 1 മൈനസ് എന്താ വരാം? ഇവിടെ ഉള്ളത് സ്ക്വയർ അല്ലാത്ത ടൈം എന്തായിരിക്കും? ഡി ഡിവൈഡഡ് ബൈ 2r ഹോൾ സ്ക്വയറാണ്. അപ്പോൾ ഡി ഡിവൈഡഡ് ബൈ 2r ഇവിടുത്തെ കോസ് തീറ്റ ഹോൾ സ്ക്വയർ നമ്മൾ കൊടുത്തു. അപ്പോൾ ആർ ഓഫ് 1 മൈനസ് ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2r നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എ പി എന്ന് പറഞ്ഞുള്ള ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇതുപോലെ തന്നെ ഇത് മൈനസ് ക്യൂ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് പി എന്ന് പറഞ്ഞ പോയിന്റിലത്തെ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതുപോലെ തന്നെ എന്തായിരിക്കും? നമുക്ക് നോക്കാം, ആർ സ്ക്വയർ പ്ലസ് എ എന്ന് ഓത്തത്തിലുള്ള ആ ഡിസ്റ്റൻസ്, ഇവിടത്തുള്ള ആ ഡിസ്റ്റൻസ്. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? മൈനസ് ഓഫ് 2 ടൈംസ് എ എന്താണ്? ആർ എന്താണ്? ആറാണ്. ബി എന്ന് പറഞ്ഞാൽ ഡി ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ എന്തായിരിക്കും? ആംഗിൾ വരാം. ഇത് തീറ്റയാണെങ്കിൽ ഇത് ടോട്ടൽ 180 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? കോസ് 180 മൈനസ് തീറ്റ ആയിരിക്കും. നമ്മൾ ഒരു ക്വാർട്ടറിൽ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് 180 എന്ന് പറയുമ്പോൾ ഇത് 0.90 180 270 ആയിരിക്കും. ഇവിടെ ഈ ക്വാർട്ടർ ലെൻഡിലായിരിക്കും വരാം. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈനും കോസിക്കും മാത്രമല്ല പോസിറ്റീവ്, ബാക്കി എല്ലാവന്മാരും എന്താണ്? ഇവിടേക്ക് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോസ് തീറ്റ ആയിരിക്കും വരാം. അപ്പം ഇവിടുത്തെ മൈനസ് ഓഫ് കോസ് തീറ്റ ഈ നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ഓഫ് എന്തായിരിക്കും? കോസ് തീറ്റ ആയിരിക്കും. ഞാൻ ആർ സ്ക്വയർ നേരത്തെ പോലെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ആർ സ്ക്വയർ 1 പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4r സ്ക്വയർ പ്ലസ് 2r ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ ആർ സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തു ആർ സ്ക്വയർ കൊണ്ട്. ഈ ആറും ഈ ആർ സ്ക്വയറും ക്യാൻസലായി പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ 1/2r ആയിരിക്കും വരാം. നമ്മൾ എഴുതി ഈ റൂട്ടും ആർ സ്ക്വയർ ആകുമ്പോൾ എന്താ ഉണ്ടാവാം? 6 മാത്രമായിരിക്കും. റൂട്ട് ഓഫ് 1 പ്ലസ് ഈ ഫോർമുല പോലെ 1 പ്ലസ് ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 2r ഹോൾ സ്ക്വയർ നമുക്ക് വന്നു. ഇവിടെ എന്തുവാ? റൂട്ടും സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്തു? റൂട്ട് പോയി, സ്ക്വയറും പോയി. അപ്പോൾ 1 പ്ലസ് ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമ്മൾ പറയില്ലേ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എ ആയിരിക്കും. അതുപോലെ റൂട്ട് ഓഫ് ഒരു ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും വരാം. ഇനി നമ്മൾ എന്താ വന്നിട്ടുള്ളത്? നമുക്ക് 2 ആൾക്കാർ വരുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം
ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 നമ്മൾ പുറത്തിറക്കി. ഇനി 1 ഏത് ചാർജ് കാരണം വരുന്നുണ്ട്? Q പ്ലസും കാരണം വരുന്നുണ്ട്, -Q കാരണം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ 1/r എന്തായിരിക്കും? 1 മൈനസ് BP മൈനസ് 1 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ചാർജ് ഇവൻ കാരണം എന്തായിരിക്കും? AP ആയിരിക്കും. നമ്മൾ എഴുതി Q of 1 ഡിവൈഡഡ് ബൈ BP മൈനസ് 1 ഡിവൈഡഡ് ബൈ EP എന്ന് നമ്മൾ എഴുതി. ഇനി BP എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നേരത്തെ, ഇവനാണ്. AP എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് ഇവനാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 1 പ്ലസ് d cos θ 2r 1 മൈനസ് d cos θ 2r എന്ന് പറയുമ്പോൾ 1ഉം 1ഉം ക്യാൻസൽ എന്തായിരിക്കും? നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ഓഫ് 1ഉം പ്ലസ് 1ഉം ക്യാൻസലായി പോവും. ഇവിടെ d cos θ മൈനസ് ഓഫ് ഈ മൈനസ് ആവുമ്പോൾ d cos θ തന്നെയായിരിക്കും പ്ലസ്. അപ്പോൾ 2 ടൈംസ് d cos θ ഡിവൈഡ് ബൈ 2r ക്യാൻസലായി പോയി. ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോർമുല വരണത്. a പ്ലസ് ബി a മൈനസ് ബി a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഫോർമാറ്റിൽ. അപ്പോൾ 1 സ്ക്വയർ മൈനസ് d സ്ക്വയർ cos θ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവൻ നമുക്കറിയാം, നമ്മുടെ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലായിരിക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇവനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ള ക്വാണ്ടിറ്റി വളരെ ലാർജാണ്. 1 ഡിവൈഡ് ബൈ ലാർജ് ക്വാണ്ടിറ്റി എന്താണ്? 1 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 1 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവൻ എന്ന് പറഞ്ഞാൽ d cos θ r ആണ്. അപ്പോൾ Q ടൈംസും d എന്ന് പറയുന്നത് എന്താണ്? P ആണ്. ഇലക്ട്രിക്കൽ ഡൈപോളിൻ്റെ കേസിൽ P ഇൻറ്റു cos θ ഡിവൈഡഡ് ബൈ 4πε0 r സ്ക്വയർ ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുക. അപ്പോൾ ഇലക്ട്രിക്കൽ ഡൈപോള് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ P എന്ന് പറഞ്ഞ പോയിന്റിലത്തെ ഒരു ഇലക്ട്രിക്കൽ ഡൈപോള് കാരണം ഉണ്ടാവുന്നത് ഈ ക്വാണ്ടിറ്റി ആയിരിക്കും. P cos θ ഡിവൈഡ് ബൈ 4πε0 r സ്ക്വയർ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും.